ചില സമയം പൈത്യം പിടിക്കാமல் പോകணும்னா ഇരിക്കുന്ന ഇടത്ത് നിന്ന് എങ്കിയാവത് പോയിടണം. അത് മട്ടും തെരിയത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇതൊരു വാട്സപ്പ് സ്റ്റാറ്റസാണ്. അങ്ങനെ വട്ടുപിടിച്ച് ഞാനിരുന്ന സമയത്ത് പോകാൻ തോന്നിയൊരു സ്ഥലമാണ് നമ്മുടെ ഗാന്ധിപുരം, കോയമ്പത്തൂർ. അപ്പോൾ ഇതേ നമ്മുടെ സ്ഥിരം വളച്ചേച്ചിയാണ്, കണ്ടില്ലേ, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ വള വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്ട്രീറ്റ് തണ്ടാൻ ഇറങ്ങി. അപ്പോൾ ഇതേ ഫസ്റ്റ് എൻ്റെ കണ്ണിൽപ്പെട്ടത് ഈ ഒരു ബാസ്ക്കറ്റാണ്. ആ ചേച്ചി അവിടെ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ 100 രൂപ പറഞ്ഞ സാധനം ആ ചേച്ചി എനിക്ക് 70 രൂപയ്ക്ക് തന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ കുറേ സ്വീറ്റ്സും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഇവിടെ തിരക്കുണ്ട് നോക്കിയപ്പോൾ നിറയെ ബാഗുകളാണ്. ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. കുറച്ച് നാളെന്ന് പറഞ്ഞാൽ പാറുവിൻ്റെ മുടി വെട്ടുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പിന്നെ അതേ ഈ ബോട്ടിൽ ട്രെൻഡിങ് ആയിരുന്നല്ലോ ഒരു സമയത്ത്. അതവിടെ വെറും ചീപ്പ് റേറ്റിനാണ് വിറ്റുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ സ്ഥിരം മുല്ലപ്പൂ ചേച്ചിമാരിങ്ങനെ നിരനിരയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല രസമാട്ടോ. ഒരു 6 മണി സമയത്താണ് ഞാൻ അവിടെ ചെന്നത് കേട്ടോ. 5:30, 6. പിന്നെ കുറേ കൊറിയൻ ക്ലിപ്സൊക്കെ വാങ്ങി കൂട്ടി. ഇവിടെ ചീപ്പായിട്ട് കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള കൊറിയൻ ക്ലിപ്സൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് എൻ്റെ ലക്ഷ്യം ഒരു സ്വീറ്റ് കഴിക്കാനാണ്. അതിവിടെ മാത്രം കിട്ടുള്ളൂ. ബോളി പോലെ ഇരിക്കും, ഉള്ളിൽ കുറേ സ്വീറ്റൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ബോളി പോലെ നമുക്കിങ്ങനെ മുമ്പിൽ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിത്തരും ആ സാധനം. ആ ചേട്ടനെ നോക്കി ഞാൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെയും ക്ലിപ്പുകാരെ കണ്ടു. പിന്നെയും ഇഷ്ടപ്പെട്ട ക്ലിപ്പുകളൊക്കെ 2-3 വാങ്ങി. ഇത് കണ്ടില്ലേ, നല്ല ജ്വല്ലറി അല്ലേ. പിന്നെ അതേ നമ്മുടെ ചേച്ചിമാരൊക്കെ അറിയാവുന്നവരൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ പോന്നപ്പോൾ ദേ ചേച്ചി സ്ഥിരം ഞാൻ മുല്ലപ്പൂ വാങ്ങണ ചേച്ചിയാട്ടോ. കണ്ട ഉടനെ തന്നെ എനിക്കൊരു പീസ് മുറിച്ച് തന്നു. അങ്ങനെ ബൈ പറഞ്ഞിറങ്ങി. പിന്നെയും ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചേട്ടനതേ നിൽക്കണു. ഇതാണ് നല്ല രസമാട്ടോ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയാം. ബോളി പോലെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയൊക്കെ കൂടി മിക്സ് ചെയ്തൊരു സംഭവം ഇങ്ങനെ വെക്കും. നല്ല തിരക്കായിരിക്കും. അവിടെ നിന്ന് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കും. കുറേ ആൾക്കാർ പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ട് പോകും. നല്ല ടേസ്റ്റാട്ടോ. നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. വാഴയിലാണ് നമുക്ക് കഴിക്കാൻ തരുന്നത്. ഞാൻ ഒരെണ്ണം അവിടെ നിന്ന് കഴിച്ചു. ബാക്കിയുള്ളത് ഞാൻ പാഴ്സൽ വാങ്ങിച്ചു. എന്നിട്ട് പിന്നെയും അവിടെ നിന്ന് യാത്ര തുടങ്ങി. പിന്നെ പോകുന്ന വഴിക്കൊരു കാപ്പിയൊക്കെ കുടിച്ചു. അത് കാണിക്കാൻ മറന്നുപോയി. ദേ അപ്പം നമ്മുടെ സ്ഥിരം മൈലാഞ്ചി ഇടുന്ന പയ്യനെ അവിടെ കണ്ടുമുട്ടി. അപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ കൈയൊക്കെ നീട്ടി അവിടെ ഇരുന്നു. അവൻ്റെ കലാവിരുതുകൾ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു കൈയിൽ ഞാൻ ഇട്ടുള്ളൂ. ആ ഒരു കൈ പൂർത്തിയാക്കി. അപ്പം രാത്രിയൊക്കെ ആയിട്ടോ, ഒരു 7:30, 8 മണിയൊക്കെ ആയി. അങ്ങനെ നമ്മൾ കൈയൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് തിരിച്ച് പോകാനൊരുങ്ങിയാണ്. തൊട്ടപ്പുറത്താണ് വേറൊരു കുപ്പിവെള്ളക്കട. ഇതും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്താണ് ഈ പയ്യൻ നിൽക്കാറ് കേട്ടോ. അങ്ങനെ കൈയൊക്കെ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് നേരെ വീട്ടിലേക്ക്.